ഗുഡ് മോർണിംഗ്. അടുക്കള വാതിൽ തുറന്നപ്പോൾ വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഞാൻ 5 മണിക്ക് എണീറ്റു. പിന്നെയാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഓർത്തത്. അപ്പോഴേക്കും സമയം 5:30. അതിൻ്റെ ഉള്ളിൽ ഞാൻ പല്ല് തേച്ച് വാഷ്റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് അരി അടുപ്പത്തിട്ടു ചോറിനുള്ളത്. ഇന്ന് കറി വെക്കുന്നത് ചീരയാണ്. ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. പുറത്ത് കോഴി കൂകുന്നുണ്ട്. ചീരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് പരിപ്പ് വേകാനിടണം. അപ്പോൾ പരിപ്പ് എവിടെയും നോക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു. പരിപ്പ് ആവശ്യാനുസരണം എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. പിന്നെ ചോറിന് അരി ഇട്ടതിന് ശേഷം ചോറ് ഏകദേശം തിള വന്നിട്ടുണ്ട്. സമയം വന്ന് നോക്കിയപ്പോൾ 6 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്നിട്ട് ഒന്ന് പുറത്ത് നോക്കാം. അപ്പോൾ വെളിച്ചമൊന്നും വന്നിട്ടില്ല. അങ്ങനെ കഥയൊക്കെ അടച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഏട്ടനും മോളും നല്ല ഉറക്കമാണ്. ഇനി ഫ്ലാഷ് അടിച്ചിട്ട് അവരിനെ ഉണർത്തണ്ടല്ലോ. മോളെ എണീറ്റു പറഞ്ഞാൽ പണിയൊന്നും നടക്കില്ല. അങ്ങനെ പതുക്കെ കഥകളൊക്കെ ചാരിയിട്ട് ഏട്ടൻ്റെ മുണ്ട് ഉണ്ടായിരുന്നു, അത് കഴുകാൻ കൊണ്ടിടണം. അങ്ങനെ അതെടുത്തിട്ട് പോകുമ്പോൾ ഏട്ടൻ എഴുതിയതാണ് കേട്ടോ. അത് ഇന്നലെ ഞാനും ഏട്ടന് ചെറുതായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ എഴുതിയതാണ്. പിന്നെ വഴക്കുണ്ടാക്കുമ്പോൾ ഏട്ടൻ എഴുതാറുണ്ട്. ഞാൻ എന്തെങ്കിലും പണി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട്. അത് ഇന്നലെ രാത്രി എഴുതിയതാണ് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചീരയ്ക്കുള്ള തേങ്ങ ചിരവുകയാണ്. ഇന്ന് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചീരക്കറിയും പപ്പടവും ചോറും. ഇതാണ് ഇന്നത്തെ ലഞ്ച്. പരിപ്പ് നന്നായി വെന്തതിന് ശേഷം ഞാൻ ആ തേങ്ങ അരച്ചത് കറിയിലോട്ട് ഒഴിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ വീട്ടിൽ കയ്പ്പയ്ക്ക ഉണ്ടായതാണ്. കുറച്ച് 2-3 പഴുത്തു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് വലുതാവും എന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോഴേക്കും അതിന് പഴുപ്പായി. പിന്നെ അടുത്തതും കുറച്ചുണ്ട്, 1-2 ഉണ്ട്. അപ്പോൾ അതും ഇനി കുറച്ചും കൂടി ആകുമ്പോഴേക്കും പെട്ടെന്ന് വലിച്ചിട്ട് കറി വെക്കണം. കറി വെക്കുന്നത് എടുക്കാൻ ഞാൻ വിട്ടുപോയി. കറിയൊക്കെ ആയിട്ടുണ്ട്. ചോറ് കുറച്ചും കൂടി വേകാനുണ്ട്. കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകിയിട്ട് മകൾ എണീക്കുമ്പോഴേക്കും വേഗം ഇതെല്ലാം സെറ്റാക്കണം. പിന്നെ അവൾ എണീറ്റ് വന്നാൽ പിന്നെ പല്ല് തേക്കണം, വാഷ്റൂമിൽ കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം. അവളുടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 8-10 ആകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോഴേക്കും റെഡിയാക്കണം. പിന്നെന്താ മഴയും ഒരു നല്ലൊരു തണുപ്പും. പിന്നെ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് തെങ്ങിൻ തോപ്പാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് നോക്കുന്നത് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി വന്നിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. ഗുഡ് മോർണിംഗ്. അപ്പോഴേക്കും മകള് വന്നിട്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താന്ന് വെച്ച് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവൾ ഉറങ്ങി എണീച്ച് വന്നിരിക്കുന്നത്. സ്കൂളിൽ പോണ്ടേ? പല്ല് തേക്കുക? കുറച്ചേ ഉള്ളൂ. തേക്കടാ. ഗുഡ് ഗേൾ അല്ലേ?
മോള് പല്ല് തേക്കുമ്പോഴേക്കും സമയമാവും. അപ്പം ഞാൻ തന്നെ എടുത്തിട്ട് പല്ല് തേപ്പിക്കുകയാണ്. മോളെ പല്ലൊക്കെ തേപ്പിച്ച് അവൾക്കുള്ള ഫുഡ് കൊടുത്തു. അവൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാനങ്ങ് കുളിച്ച് വന്ന് മുടിയൊക്കെ ഒതുക്കി. വീഡിയോയിൽ നോക്കുകയാണ് കേട്ടോ. പിന്നെ അവൾക്ക് ലഞ്ചാക്കണം. അപ്പോൾ ചോറൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ലഞ്ച് വന്നിട്ട് ചോറും പപ്പടവും ചീരക്കറിയാണ്. യെസ്, വെരി ഗുഡ്. ഉണ്ണിക്ക് സ്നാക്സിൽ നിന്ന് എന്താണ്? ആപ്പിൾ. ഫുള്ളും കഴിക്കുമോ? ഇന്നത്തെ സ്നാക്സ് വന്നിട്ട് ആപ്പിളാണ്. അങ്ങനെ ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ ആക്കി ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. മോൾക്ക് വന്നിട്ട് അവതാർ എന്ന് പറഞ്ഞിട്ട് ബുക്സ് ഉണ്ട്. അതായത് അവളുടെ ഡെയിലി റുട്ടീനാണ് അതിൽ നോട്ട് ചെയ്യേണ്ടത്. എത്ര മണിക്ക് എണീറ്റു, ലഞ്ച് എന്ത് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ടൈം, പിന്നെ എത്ര മണിക്കൂർ പഠിച്ചു, പിന്നെ സ്കൂളിൽ നിന്ന് എത്ര മണിക്കാണ് വീട്ടിൽ, അതെല്ലാം നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീക്കിലി ഇവാലുവേഷൻ ഉണ്ട്. കുട്ടി എത്രത്തോളം എത്ര പൾസസ് കഴിച്ചു, എത്ര വെജിറ്റബിൾസ് കഴിച്ചു എന്നുള്ളതെല്ലാം നമ്മളതിൽ റൗണ്ട് ചെയ്ത് കൊടുത്ത് അതിന് ഗ്രേഡ് ഇടും. അത് കഴിഞ്ഞിട്ട് അക്കാഡമിക്, ക്യാരക്ടർ, ഫുഡ് ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യാം. അതുപോലെ ടീച്ചറിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കും. കുട്ടി ഒരാഴ്ച ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം അറിയിക്കും. കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ബഹളമാണ്. അതായത് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാലും തണുക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് പൊട്ടൊക്കെ വെച്ച് മുടിയൊക്കെ ചീവി സ്ലൈഡൊക്കെ കുത്തി റെഡിയാക്കുകയാണ്. ഈ സ്ലൈഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കറിയാണ് കേട്ടോ അവിടെ. ചതക്കുറിട്ടെ അങ്ങനെ സമയമാവാറായി. ബാഗും ലഞ്ച് കിറ്റ് ബാഗും കോടയൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇന്ന് ആൾക്കൊരു മടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ റോഡൊക്കെ എത്തി ഒന്ന് നിൽക്കുമ്പോഴേക്കും 8:15 വണ്ടി വരിക. അങ്ങനെ വണ്ടിയൊക്കെ വന്നു കയറിയിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.